നമ്മളൊക്കെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഫോണിന്റെ ചെറിയ സ്ക്രീനിൽ നിന്ന് ഒരു വലിയ സ്ക്രീനിലേക്ക് അഥവാ ഒരു ടാബ്ലറ്റിലേക്ക് മാറിയാൽ കൊള്ളാമെന്ന് പലരും ആഗ്രഹിക്കുന്നുമുണ്ടാവും. പക്ഷേ പലപ്പോഴും ടാബ്ലറ്റിന്റെ പ്രൈസിംഗ് ആണ് നമ്മയൊക്കെ അതിൽ നിന്നൊന്ന് പിൻവലിക്കുന്നത്. എന്നാൽ ഒരു സാധാരണ മൊബൈൽ ഫോണിന്റെ വിലയ്ക്ക് വാങ്ങാവുന്ന ഒരു കിഡിലൻ ടാബ്ലറ്റ്, അതാണ് ലെനോവോ ഐഡിയ ടാബ് പ്ലസ് എന്ന് പറയുന്നത്. ഈ ഒരു ടാബ്ലറ്റ്, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം തന്നെ നമുക്ക് ഇത്തരം ഒരു ലെനോവോ പെൻ കൂടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നമുക്ക് ഇതുകൊണ്ട് എഴുതാൻ സാധിക്കും. മാത്രമല്ല ഇതൊരു 5G ടാബ്ലറ്റ് കൂടിയാണ്. അതിന്റെ ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈലിലെ സിം കാർഡ് വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു സിം കാർഡ് എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ ഗോയിൽ നമുക്ക് ഇതിനകത്ത് മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിന്റെ ഓരോ വിശേഷങ്ങളായിട്ട് നോക്കാം. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ലെനോവോയാണ്. പക്ഷേ ഈ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിഞ്ഞ 1-2 ദിവസം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് ലെനോവോയുടെ യാതൊരു കൈകടത്തിലും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയാണ് ലെനോവോയുടെ ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം ഇതിന്റെ ബോക്സിൽ വരുന്നതെന്ന് നോക്കാം. ഇതുപോലൊരു ബോക്സിനകത്താണ് ലെനോവോ ഐഡിയ ടാബ് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പ് വന്നിരിക്കുന്നത്. വിത്ത് എ ടാബ് പെൻ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. AI പവേർഡ് സ്മാർട്ട് ലേണിംഗ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെൻ ഉണ്ടെന്ന് ബോക്സിന്റെ പുറത്തെ ഫോട്ടോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇതായിരിക്കുന്നു ടാബ്. അതിലേക്ക് വരാം. ഈ സൈഡിൽ ലെനോവോ പെൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഊരി ഇതിനകത്ത് കണ്ടില്ലേ, ഇങ്ങനത്തെ ബാറ്ററി ഇടുന്ന മെക്കാനിസമാണ്. അതിനകത്തൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് ഇളക്കി മാറ്റി കഴിഞ്ഞാലേ ഇത് ബാറ്ററി വർക്ക് ചെയ്ത് തുടങ്ങുകയുള്ളൂ. വീണ്ടും നമുക്കിത് അടയ്ക്കാം. അതുകൂടാതെ ഇതിനകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒരു സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഒരു ചാർജർ കൊടുത്തിരിക്കുന്നത്. 45 വാട്ടിന്റെ ചാർജറാണ്. ചെറിയൊരു ചാർജറാണ്. കേബിൾ C2C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതായിരിക്കുന്നു C2C ചാർജിങ് കേബിൾ. നമുക്കിനി ടാബിലേക്ക് വരാം. ഇതായിരിക്കും വളരെ ലൈറ്റ് വെയിറ്റ്. സീരിയസ്ലി കയ്യിലെടുക്കുമ്പോൾ പല ടാബും നമ്മൾ ഈ അടുത്ത സമയത്ത് ഇതേ സൈസിലുള്ള ടാബുകൾ നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു. പക്ഷേ വളരെ ലൈറ്റ് വെയിറ്റ് ഫീലിംഗ്. സീരിയസ്ലി ഇതാണ് ലെനോവോ ഐഡിയ ടാബ് പ്ലസ് എന്ന് പറയുന്ന ടാബ്. നോക്കി, ഒരു ഡുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ക്യാമറയാണ് ഇവിടെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 13 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, ലെനോവോ എന്ന് എഴുതിയിട്ടുണ്ട്. മെറ്റാലിക് ബിൽഡാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ 2 സ്പീക്കറുകളും ഇപ്പുറത്തെ സൈഡിൽ 2 സ്പീക്കറുകളായിട്ട് മൊത്തം 4 സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. USB Type-C ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ലിം ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് സിം കാർഡ് ഇടാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു 5G ടാബ്ലറ്റ് ആണ്. ഈ ഒരു സൈഡിലായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. വോളിയം ബ്രോക്കേഴ്സ് ഈ ഒരു ഭാഗത്തേക്കും കൊടുത്തിരിക്കും. ടാബ്ലറ്റ് നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഓൺ ദ ഗോ നമുക്ക് കൊണ്ടു നടക്കുന്നതിനൊക്കെ അതുകൊണ്ട് തന്നെയും ഈസി ആണെന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ട് പറഞ്ഞാൽ 530 ഗ്രാം ആണ്. പക്ഷേ അത്രയൊരു വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതുപോലെ ഇതിന്റെ കനം നോക്കിയാൽ വളരെ തിന്നാണെന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ട് പറഞ്ഞാൽ 6.29 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ സിം ട്രേ കാണാം. അതും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. നമുക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമാണ്. മാത്രമല്ല ഇതുപോലെ 5G സിം കാർഡ് നമുക്ക് ഇതിനകത്ത് ഇടാൻ സാധിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ താഴെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പോഗോ പിൻ നിങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിന്റെ കമ്പാറ്റബിൾ ആയിട്ടുള്ള കീബോർഡ് കൂടി മേടിച്ചു കഴിഞ്ഞാൽ കീബോർഡ് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇതിന്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 12.1 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിന് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ബ്രൈറ്റ്നസ് നോക്കി 800 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ നമുക്ക് ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്നത്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും യാതൊരു വിഷയം അതുകൊണ്ട് തന്നെയും വരില്ല. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 2.5K റെസൊല്യൂഷൻ ഈ ഒരു ടാബ്ലറ്റിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. കൂടാതെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ടാബ്ലറ്റിനകത്ത് ലഭിക്കും. മാത്രമല്ല വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ ഉള്ള HD കണ്ടന്റുകൾ പോലും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ മൾട്ടിമീഡിയയ്ക്ക് ഇതിന്റെ ഡിസ്പ്ലേ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. അതായത് മൂവി വാച്ചിങ്ങിനൊക്കെ നമുക്ക് കണ്ണിനൊന്നും വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഈ ഒരു ടാബ്ലറ്റിലൂടെ അത്തരത്തിൽ സിനിമകളൊക്കെ കാണുന്നതിന് ഈ ഒരു ടാബ്ലറ്റ് സഹായിക്കും. ഇനി ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ 4 സ്പീക്കറുകളാണ് ഈ ടാബ്ലറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ 2 എണ്ണം. മാത്രമല്ല ഇവിടെ ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. ഡോൾബി അറ്റ്മോസ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ 2 എണ്ണം. അങ്ങനെ 4 സ്പീക്കറുകൾ ചേർന്നുകൊണ്ടുള്ള മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 6400 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ടാബ്ലറ്റിന് കരുത്ത് പകരുന്നത്. ഒരു മീഡിയം ഗെയിമിംഗ് ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നല്ല രീതിയിൽ സാധ്യമാണ്. 12GB RAM, 256GB ഇന്റർണൽ സ്റ്റോറേജ്. ഇതാണ് ഇതിന്റെ ഒരു ഹയർ മോഡൽ വേരിയന്റ് എന്നുള്ളത്. നല്ല രീതിയിൽ ഉള്ള ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അത്രയും ഒരു റാം കപ്പാസിറ്റി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആപ്സിനുള്ള ഒരു സ്റ്റോറേജ് ഓപ്ഷനും 256GB ആയിട്ട് ഇതിനകത്ത് നൽകിയിരിക്കുന്നു. സ്മാർട്ട് ഫോണിൽ നിന്ന് നമ്മൾ ടാബ്ലറ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ലഭിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മൾട്ടി ടാസ്കിംഗ് കേപ്പബിലിറ്റി. അതായത് ഈ ഒരു ടാബ്ലറ്റിൽ നമുക്ക് ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഒരേ സമയം മൾട്ടി വിൻഡോ ആയിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നു. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഗൂഗിൾ കലണ്ടർ
ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഒരേ സമയം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, ഒരേ ടൈമിലാണ് ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. ഇതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഇനിയും ഇതിനകത്ത് നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാം. അതിനായിട്ട് ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് വേണ്ടുന്ന ആപ്ലിക്കേഷൻ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, 3 ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഒരേ സമയം ഈ ഒരു ടാബിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി അതിലും കൂടുതൽ ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. കണ്ടില്ലേ, ആ ഒരു ക്രോം നമുക്കിതുപോലെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ എത്ര ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും ഇതിനകത്ത് ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ മൾട്ടി ടാസ്കിങ് എക്സ്പീരിയൻസ് അടിപൊളിയായിട്ട് ഈ ഒരു ടാബിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ട് എന്തെങ്കിലും നോട്ട് കുറിക്കണമെങ്കിലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരേ സമയം ഒന്നിലധികം ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ഒരു ടാബിൽ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിനോടൊപ്പം ഇത്തരത്തിലൊരു സ്റ്റൈലസ് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു നാവിഗേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതുമാത്രമല്ല നമുക്ക് നോട്ടുകൾ കുറിക്കാം. അപ്പോൾ ലെനോവോയുടെ തന്നെ നോട്ട് പാഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഒരു ലെനോവോ പെൻ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ എഴുതാൻ സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് പാം റിജക്ഷൻ നല്ല പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം സ്ക്രീനിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കി നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പാം റിജക്ഷൻ പ്രോപ്പറായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇതിനകത്ത് ഗൂഗിൾ ജെമിനി ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എയുടെ പല പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇത്തരം ഫോട്ടോകളൊക്കെയാണ് ട്രെൻഡ് അല്ലേ. അത്തരം ഫോട്ടോകളൊക്കെ നമുക്ക് ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതുപോലെ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല പല AI സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ ഗൂഗിൾ ജെമിനി ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് സാധാരണ ചില കൂടിയ ഫോണുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ആ ഒരു ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒരു സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതുപോലെ കിട്ടും. അത്തരത്തിലുള്ള ഗൂഗിളിൻ്റെ സർക്കിൾ ടു സെർച്ച് സംവിധാനവും ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ലെനോവോയുടെ നോട്ട് പാഡായിട്ടുള്ള ലെനോവോ നോട്ടിനകത്ത് നമുക്ക് എയുടെ പല പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ലെനോവോ നോട്ടിനകത്ത് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു നോട്ട് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നോട്ട് ഞാൻ ഇതുപോലെ ഫുൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ AI റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ AI കണ്ടിന്യൂ റൈറ്റിംഗ് ഉണ്ട്, AI റീറൈറ്റ് ഓപ്ഷൻ ഉണ്ട്, AI സമ്മറൈസ് ഉണ്ട്. ഇങ്ങനെ നിരവധി AI ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് AI സമ്മറൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ലെങ്തി നോട്ടിനെ ഇത്തരത്തിൽ AI ഉപയോഗിച്ചുകൊണ്ട് സമ്മറൈസ് ചെയ്ത് വളരെ ഷോർട്ടാക്കി അതിൻ്റെ ഒരു സംഗ്രഹം നമുക്ക് ഇതുപോലെ തരും. അതുപോലെ തന്നെ AIയുടേതായിട്ടുള്ള നിരവധി ഓപ്ഷനുകൾ ഇവിടെ കാണാം. ഇപ്പോൾ AI റൈറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ AI റീറൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് റീറൈറ്റ് ചെയ്ത് AIയുടെ ഭാഗമായിട്ട് റീറൈറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് വൃത്തിയാക്കി തരും. മാത്രമല്ല ഈ ഒരു സ്റ്റൈലോ പെൻ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ എഴുതുന്നതിന് വേണ്ടി നിബോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോട്ട് ടേക്കിംഗ് വളരെ നല്ല രീതിയിൽ ഈ ഒരു ടാബ്ലറ്റിനകത്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് മൈ സ്ക്രിപ്റ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പെൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് 244ന്റെ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഇത്രയും എഴുതി ഈക്വൽ സൈൻ കൊടുത്താൽ അതിൻ്റെ ആൻസർ ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പെൻ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ മാത്സ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നതിനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ ക്യാമറയെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ 13 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെൽഫി ക്യാമറയായിട്ട് ഈ ഒരു ടാബ്ലറ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ സാധാരണ ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഫോട്ടോകളൊന്നും അധികം എടുക്കാറില്ല. നമുക്ക് എന്തെങ്കിലും സ്കാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡോക്യുമെന്റുകളുടെ ഫോട്ടോ എടുക്കുക, അതുപോലെ വീഡിയോ കോളിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സെൽഫി ക്യാമറ ഉപയോഗിക്കുക. ഇത്തരം പർപ്പസിനൊക്കെയാണ് ടാബ്ലറ്റിലെ ക്യാമറകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഈ ഒരു ക്യാമറയുടെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2K റെസൊല്യൂഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം നമുക്ക് ഫുൾ HD വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ലെനോവോയുടെ സ്മാർട്ട് കണക്ട് എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഉപയോഗിക്കാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണും ഈ ഒരു ടാബ്ലറ്റും അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ലാപ്ടോപ്പും ഈ ഒരു ടാബ്ലറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സീംലെസ് കണക്ടിവിറ്റി, ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും അതുപോലെ ഈ ഒരു ടാബൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനുള്ള സ്മാർട്ട് കണക്ട് എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടാബ്ലറ്റിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അതുപോലെ ലെനോവോയുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ലെനോവോ ZUI 17 വെർഷനും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി വരുന്ന ആപ്ലിക്കേഷൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. മെയിനായിട്ട് ഗൂഗിളിൻ്റെതായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അത് കൂടാതെ ചെറിയ കൊച്ചു ഗെയിമുകളൊക്കെ ഇതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്കിനി അത്തരം ആപ്ലിക്കേഷൻസ് ആവശ്യമില്ലെങ്കിൽ അവ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ ഈ ഒരു ടാബ്ലറ്റിനകത്ത് സാധ്യമാണ്. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 10200 mAh ഒരു ലാർജ് ബാറ്ററിയാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത്
പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 45 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. അപ്പോൾ 45 വാട്ട് ഉപയോഗിച്ചുകൊണ്ട് 1200 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അധികം അറിയത്തില്ല. നമുക്ക് എന്തിനായാലും ഒരു ലാർജ് ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു ടാബ്ലറ്റിനകത്ത് ലെനോവോ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ പ്രൈസിംഗ് ആണ്. ബേസ് വേരിയന്റ്, അതായത് 8GB റാം 256GB ഇന്റർണൽ സ്റ്റോറേജ്, മാത്രമല്ല സിം കാർഡ് ഇടാൻ സാധിക്കുന്ന 5G വേരിയന്റ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 27,999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് റാം 8GB റാം പോരാ, കുറച്ചുകൂടി കൂടുതൽ റാം വേണമെങ്കിൽ 12GB റാം 256GB വേരിയന്റ് ഉണ്ട്. അത് 5G ഇല്ലാത്തതാണ്. അതിന്റെ വിലയും 27,999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 5G വേണം, 12GB റാം വേണമെങ്കിൽ അടുത്ത ടോപ്പ് വേരിയന്റ് എടുക്കാം. 12GB റാം 256GB വിത്ത് 5G കണക്ടിവിറ്റി. അതിന്റെ വില അറൌണ്ട് 30,000 ആണ്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് lenovo.com എന്ന് പറയുന്ന സൈറ്റ് സന്ദർശിച്ചാൽ അതിൽ നിന്ന് വാങ്ങാം. ഈ ഒരു ടാബ്ലറ്റ് മാത്രമല്ല, ലെനോവോയുടെ മറ്റ് ലാപ്ടോപ്പുകളും മറ്റ് ടാബ്ലറ്റുകളും ഒക്കെ ഈ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങാം. നമ്മുടെ ബജറ്റിനനുസരിച്ചുള്ള പല കാറ്റഗറി ടാബ്ലറ്റുകളും അതുപോലെ ലാപ്ടോപ്പുകളും ഒക്കെ നമുക്ക് lenovo.com നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിരിക്കാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.